അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, റബീഉൽ അവ്വൽ മാസത്തെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് മനസ്സും ശരീരവും തുറന്ന് ആ റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കാൻ നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, സഫർ മാസം വിട പറയാൻ ഒരുങ്ങുന്നു. സഫർ മാസത്തിൽ ചെയ്ത നന്മകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച രാവാണ്, നാളെ പകലാണ്. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ വ്യാഴാഴ്ച റബീഉൽ അവ്വൽ മാസം 1 ആയിരിക്കും. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ മറ്റന്നാൾ വ്യാഴാഴ്ച സഫർ 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച നമുക്ക് റബീഉൽ അവ്വൽ 1 ആയിരിക്കും. അപ്പോൾ ഏതായാലും 1-2 ദിവസങ്ങൾ കൂടി മാത്രമാണ്, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് റബീഉൽ അവ്വലിലേക്ക് നമുക്കുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച അള്ളാഹുവിൻ്റെ അദാബുകളെ തൊട്ടുള്ള വലിയ കാവൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച അള്ളാഹുവിൻ്റെ ആകാശത്ത് നിന്നും അദാബുകൾ ഇറങ്ങുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോഴേ പല ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചു തുടങ്ങി, ഉസ്താദേ, ഈ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണെന്ന് പണ്ടേ മുതൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാരണവന്മാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരുപാട് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വാപ്പമാരും വല്ലുപ്പമാരൊക്കെ. അതുള്ളതാണോ ഉസ്താദെ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് പല ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ദിവസങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില സമയങ്ങൾ, അവയിലൊക്കെ ബറക്കത്ത് കുറവുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണോ, അന്ന് നഹ്സ് ഉണ്ട് എന്ന് പറയുന്നത് കളവാണോ, ഇനി അഥവാ നഹ്സ് വല്ലതും ഉണ്ടെങ്കിൽ അന്ന് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. അതിനു മുന്നേ ആദ്യമൊന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ചില ദിവസങ്ങളും സൂക്ഷിച്ചിരുന്നു. ചില സ്വഹാബിമാർ പല കാര്യങ്ങൾ പറഞ്ഞു വരും, നബിയെ ഞാനൊരു യാത്ര പോവുകയാണ്. ഓ, നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഇന്ന് പോവുക, നാളെ പോവാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റന്നാൾ പോവാം. അല്ലെങ്കിൽ നബിയെ ഞാനൊരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്, എങ്കിൽ ഇന്ന ദിവസമാണത് തുടങ്ങാൻ നല്ലത്. നബി എൻ്റെ മകളുടെ വിവാഹമാണ്, നിക്കാഹാണ് എന്ന് വെക്കണം. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും, ആ സമയത്ത് അവിടെ വെച്ച് നടത്തിയാൽ മതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകൾക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപദേശം കൊടുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം, അല്ലാഹു തആല ഈ ദുനിയാവിൽ നല്ലതിനെയും ചീത്തതിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതല്ല, എന്നാൽ എല്ലാം ചീത്തതല്ല. ഈമാൻ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം വിശ്വസിക്കൽ നിർബന്ധമാണ്. 6 ഈമാൻ കാര്യങ്ങളുണ്ട്. ആ 6 ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അള്ളാഹു താല ദുനിയാവിൽ നന്മ മാത്രമല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, തിന്മയുമുണ്ട്. തിന്മ മാത്രമല്ല, നന്മയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുന്നേ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബിമാർ ഒരു ദിവസം ഇങ്ങനെ രാത്രി യാത്ര ചെയ്യുകയാണ്. അവരെവിടെയോ പോയി വരുന്ന സമയത്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് രാത്രി സമയമായതിനാൽ യാത്ര തുടരാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ്. അന്ന് സ്വഹാബിമാരും നബിയും അവിടെ ഉറങ്ങി. ശേഷം രാവിലെ സുബ്ഹി നമസ്കാരത്തിനായി നബി തങ്ങൾ എഴുന്നേറ്റു. നമസ്കാരമെല്ലാം കഴിഞ്ഞു. ഉടൻ തന്നെ സ്വഹാബിമാരോട് പറഞ്ഞു, നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്നും പോവേണ്ടതുണ്ട്. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നബിയെ നമുക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, ഇവിടെ ഈ ഒരു സ്ഥലം നല്ലതല്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഇവിടെ നശിപ്പിച്ചതായി എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അദാബ് ഇറങ്ങിയ സ്ഥലമായതിനാൽ നമുക്കിവിടെ കൂടുതൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ ആ ഒരു സ്ഥലത്ത് നിന്നും വേഗം പോയതായി സ്വഹാബിമാർ പലരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അല്ലാഹു തആല ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില ദിവസങ്ങൾ അതിനെ നഹ്സുള്ളതാക്കിയിട്ടുണ്ട്. നഹ്സ് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് കുറവ്, ഐശ്വര്യം കുറവുള്ളതാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെ ആര് വന്ന് എന്തെതിർത്താലും അത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ദുശ്ശകുനമുള്ളതാണോ ഇല്ലയോ. അതിനു മുമ്പ് മറ്റൊരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. സഫർ മാസം അതവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ചയെപ്പറ്റി മഹത്തുക്കളായ ഉലമാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരുന്ന ഒരു കാര്യമുണ്ട്. അതായത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖമറിൻ്റെ 19-ാമത്തെ ആയത്തുണ്ട്. എന്താണ് 19-ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. അല്ലാഹു തആല ആദ് സമുദായത്തെ നശിപ്പിച്ച കാര്യം അവിടെ പറയുകയാണ്. സൂറത്തുൽ ഖമറിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ആദ് സമുദായത്തെ അല്ലാഹു തആല നശിപ്പിച്ചു. വിട്ടുമാറാത്ത ദുശ്ശകുനത്തിന്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് അയച്ചിട്ടാണ് അല്ലാഹു ആദ് സമുദായത്തെ നശിപ്പിച്ചതെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുകയാണ്. ഈ ഒരു ആയത്തിനെ തഫ്സീർ എഴുതിക്കൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൻ്റെ 7-ാം വാല്യം 677-ാമത്തെ പേജിൽ മഹാനവർകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പേജ് കഴിഞ്ഞ് 2 പേജ് അപ്പുറവും മഹാനവർകൾ വിശദീകരിക്കുന്ന ഒരു കാര്യം കാണാം. അവിടെ വിശദീകരിക്കുന്നത്, ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെ കോട്ട് ചെയ്തിട്ടാണ്. ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് നബി തങ്ങളുടെ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആഖിറു അർബിയാഇൻ ഫിശ്ശഹരി യൗമി നഹ്സിൻ മുസ്തമിർ. അതായത് ഒരു മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് നഹ്സുള്ള ദിവസമാണ്, അത് ബറക്കത്ത് കുറഞ്ഞ ദിവസമാണെന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ പറയുന്നുണ്ട്. ഇത് തന്നെ മഹാനായ ഇമാം ബൈലാവി തങ്ങൾ ഈ ആയത്തിന്റെ സൂറത്തുൽ ഖമറിന്റെ 19-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാമിഉസ് സഗീറിൽ മഹാനായ ഇമാം സുയൂത്തി തങ്ങളും ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്നുണ്ട്. എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് സൂക്ഷിച്ചേക്കണേ എന്ന്, അന്നൊന്ന് കരുതിയിരിക്കണേ, ബറക്കത്ത് കുറവുള്ള ദിവസമാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. സ്വഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയെ പറ്റി മഹത്തുക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്വഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയെ പറ്റി പറയുന്നു. ആര് പറയുന്നു? മഹാനായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുജറബാത്തിൽ പറയുന്നുണ്ട്. മുജറബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഉലമാക്കളൊക്കെ മുജറബാത്തിലെ ഉദ്ധരണികൾ പല ഫിഖിന്റെ ഉലമാക്കളും തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കാണാം 74-ാമത്തെ പേജിൽ മഹാനായ ഇമാം ദൈറബി തങ്ങൾ പറയുന്നു, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അന്ന് അല്ലാഹുവിൻ്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നും കുറച്ച് അദാബുകൾ, മഹാനവറുകളുടെ കൃത്യമായ ഒരു എണ്ണമൊക്കെ പറയുന്നുണ്ട്, 3 ലക്ഷത്തോളം വരുന്ന തരത്തിൽ ഒരുപാട് വിപത്തുകൾ അല്ലാഹു തആല ഈ ദുന്യാവിലേക്ക് ഇറക്കും. അന്ന് സൂക്ഷിക്കുന്നവർക്ക് വലിയ രക്ഷയുണ്ട് എന്ന് മഹാനായ ഇമാം ദൈറബി തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മുൻഗാമികളായ ആളുകളാണ്, ആരിഫീങ്ങൾ, അതുപോലെ കശ്ഫിൻ്റെ ഉലമാക്കൾ, അവരൊക്കെ എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ദൈറബി തങ്ങൾ അവിടുത്തെ മുജറബാത്തിൽ വിശദീകരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായല്ലോ. നബി തങ്ങളുടെ വഫാത്ത് സംഭവിക്കുമ്പോൾ നബി തങ്ങൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. ഈ പനി എന്നാണ് ആരംഭിച്ചതെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം. അത് റബീഉൽ അവ്വലിനാണ് നബി തങ്ങളുടെ വഫാത്ത്. അതിന് മുമ്പുള്ള സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പനി ആരംഭിച്ചത് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ ഈ ഒരു നഹ്സ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് എല്ലാ ഉലമാക്കളും അത് ശരിവെച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച നമ്മുടെ കാരണവന്മാരൊക്കെ ഒരുപാട് പറയാറുണ്ട്. അതിനെപ്പറ്റി അവർക്കൊക്കെ നല്ല അവബോധമുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവർ പ്രത്യേകം സൂക്ഷിക്കുമായിരുന്നു. നമ്മളോ അതൊന്നും സൂക്ഷിക്കില്ല. ഇന്നത്തെ കാലം 21-ാം നൂറ്റാണ്ട്, അതൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ച് നമ്മൾ പലതും വന്നൊക്കെ തുടങ്ങും. പലപ്പോഴും അത് 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, നാശത്തിലായി പോകുന്ന, നഷ്ടത്തിലും കഷ്ടത്തിലുമായി പോകുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ ദർസൊക്കെ തുടങ്ങുമ്പോൾ ഉലമാക്കൾ പറയാറുണ്ട്, ഉസ്താദുമാർ പറയും, മുദ്ദരിസീങ്ങളായ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് കുട്ടികളോട്, നമുക്ക് ബുധനാഴ്ചയാണ് ഏറ്റവും കിതാബ് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയാണ്. പക്ഷേ ഒരു മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണെങ്കിൽ നമുക്കത് ബുധനാഴ്ച മാറ്റി വ്യാഴാഴ്ചയാക്കാം. ഒരു യാത്ര പോവുകയാണെങ്കിൽ, ഒരു വീട് കയറി താമസം, അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചെറുക്കൻ വീട്ടിലേക്ക് വരികയാണ്, അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്നും പ്രത്യേകം മാറ്റി വെക്കേണ്ട ഒരു ദിവസമാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം കൃത്യമായി ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ അവനിക്ക് അന്നത്തെ ദിവസം ഒരു നഹ്സുമേക്കില്ല എന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നും, അല്ലോ ഉസ്താദെ, സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയ്ക്ക് ഇത്രമാത്രം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? കാരണം മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരം ഈ ഒരു ബുധനാഴ്ചയാണ് മകളുടെ നിക്കാഹ് വെച്ചത്, അല്ലെങ്കിൽ പെരകേറി
താമസം വെച്ചത്, അല്ലെങ്കിൽ പുതിയൊരു വാഹനം എടുക്കാൻ നിശ്ചയിച്ചത്, ഇനി അത് മാറ്റാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ കുടുങ്ങുന്ന ചില ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തന്ന ചില ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട, ഈ ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും ഖൈറും ഷർറൊക്കെ അള്ളാഹുവാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഈ ബുധനാഴ്ച നമ്മൾ എന്ത് ചെയ്യണം? സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നവർ ജമാഅത്തായി പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിസ്കാരം നിർവഹിക്കുക. ഖളാ ആക്കാൻ പാടില്ല. അങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കണം. ആകാശഭൂമികൾക്കിടയിലുള്ള, അതുപോലെ ആകാശത്തിലും ഭൂമിയിലും എന്തെല്ലാം അദാബുകളുണ്ടോ എല്ലാ അദാബിനെ തൊട്ടുമുള്ള കാവൽ തേടുന്ന ഒരു ദിക്റാണിത്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ പറയുക. അതോടൊപ്പം തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കണം. ഏതാണത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകളുണ്ട്. 2 ആയത്തുകൾ ഏതാണ്? ഒന്നാമത്തെ ആയത്ത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ആയത്തും നമ്മൾ ഓതാൻ മറന്നു പോവരുതേ. അതുപോലെ തന്നെ സൂറത്ത് യാസീനും നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആ ഒരു ആയത്തും നമ്മൾ ഓതാൻ മറന്നു പോവരുതേ. ഈ പറഞ്ഞ 3 ദിക്റുകളുടെ കാര്യം പറഞ്ഞു, 2 ആയത്തുകളുടെ കാര്യം പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. ഈ 5 കാര്യങ്ങളും 3 പ്രാവശ്യം വെച്ച് ഓതുക. സുബഹി നമസ്കാരം കഴിഞ്ഞ്, സുബഹിക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കഴിയുന്നത് പോലെ ഈ പറയപ്പെട്ട 3 ദിക്റുകളും ഈ 2 ആയത്തുകളും നമ്മൾ 3 പ്രാവശ്യം വെച്ച് ഓതാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു, സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ചയും അതുപോലെ എല്ലാ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ചയും അതുപോലെ എല്ലാ ദിവസവും, ബുധനാഴ്ച എന്നല്ല എല്ലാ ദിവസവും, അത് ചൊവ്വയാവട്ടെ തിങ്കളാവട്ടെ ബുധനാവട്ടെ അതുപോലെ വ്യാഴം വെള്ളി ശനി ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിഹ 1 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം, സൂറത്തുൻ നാസ് 1 പ്രാവശ്യം, അതുപോലെ ആയത്തുൽ കുർസി 1 പ്രാവശ്യം. ഈ 4 സൂറത്തുകളും ഈ ആയത്തുൽ കുർസി മൊത്തം 5 എണ്ണം. ഈ 5 കാര്യങ്ങളും നമ്മൾ ഓതിയിട്ട് നമ്മുടെ വലത് കൈയിൻ്റെയും ഇടത് കൈയിൻ്റെയും ഉള്ളം കൈകളിൽ ഇത് ഊതുക. ഉള്ളം കൈകളിൽ ഊതിയിട്ട് ശരീരം മുഴുവനും തടകുക. അതെന്താണ്? ആ ദിവസം എന്തെല്ലാം അദാബുകളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഇത് കാരണമാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരിമാരെ സഫർ മാസത്തിൽ ഒടുവിലത്തെ ബുധനാഴ്ച എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത്. സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച അള്ളാഹുവിൻ്റെ ആകാശത്ത് നിന്നും അദാബുകൾ ഇറങ്ങുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ദിക്റുകൾ കൊണ്ടും അതുപോലെ തന്നെ ചില തസ്ബീഹുകൾ കൊണ്ടും പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ കൊണ്ടും നമുക്ക് ആ അദാബുകളെ തടയാൻ പറ്റുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ആ ആയത്തുകളും ദിക്റുകളും പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകൾ എന്തെല്ലാം അദാബുകൾ, എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരമായിട്ടുള്ള ആയത്താണ്. ഇൻഷാ അള്ളാഹ് അത് നമ്മൾ ഓതാൻ പോവുകയാണ്. ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അഊദു മാത്രം ഓതിയാൽ മതിയാകുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് സൂറത്തു യാസീനിൻ്റെ ഒരു ചെറിയ ആയത്താണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും എല്ലാ നന്മകൾ കിട്ടുന്നതിനും എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും മഹാന്മാരെ നിശ്ചയിച്ച ഈ ആയത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സലാമുൻ ഖൗലം മിർ റബ്ബിർ 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 റഹീം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്വഹാബിമാർക്കും പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളുടെ കിതാബുകളിൽ വന്നിട്ടുള്ള ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കണ്ണേറ് സിഹറുകളെ തൊട്ട് വലിയ കാവൽ കിട്ടുന്ന ഒരു ചെറിയ ദിക്റാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാത്തില്ലാഹി التامات من شر ما خلق أعوذ بكلمات الله 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 التامات من شر ما خلق. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാം ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ ശിക്ഷകളെ തൊട്ടും കാവൽ തേടി എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ പറ്റിയ ഒരു ദിക്റാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലാഹു പരിഹരിച്ച് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഇതറിയാത്തവർ അവരും പഠിക്കട്ടെ, അവരും അമൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.